വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്താണെന്നറിയോ? നിങ്ങളോട് അവർക്ക് തോന്നുന്ന വികാരങ്ങൾ, നിങ്ങളോട് അവർക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഈ സമയം അവരുടെ മനസ്സിൽ തോന്നിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വിചാരങ്ങൾ, അവരുടെ ഫീലിങ്സ്, ഒരു കണക്കിൽ പറഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് എന്നും പറയാം. എന്തൊക്കെയാണ് അവർക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്ന വികാരങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ ഒന്ന് ഓടിപ്പോയിട്ട് കണ്ടിട്ട് വരിക. അതിൻ്റെ ഒരു റിയാലിറ്റി അതറിഞ്ഞവർക്ക് മാത്രമേ അറിയുള്ളൂ, എഫക്റ്റ് വേറെയാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, സോറി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളോട് അവർക്ക് തോന്നുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ എനിക്ക് തോന്നി അവർ പ്രാണനായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളില്ലാതെ ഒരിക്കലും മുന്നോട്ട് ഒരടി പോലും സഞ്ചരിക്കാൻ പറ്റാത്ത വ്യക്തികളാണ് ഇവരെന്ന് പറയുന്നത്. അതായത് നിങ്ങളെ പ്രാണനാണ്, നിങ്ങളെ ജീവനാണ്, നിങ്ങളെ സ്വന്തമാണ്. നിങ്ങൾ സ്വന്തമാണെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അവർ. അത് പറഞ്ഞ പോലെ നിങ്ങളില്ലാതെ ഒരിക്കലും ഒരടി പോലും സഞ്ചരിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവർ നിങ്ങളെ ഒരിക്കലും ഒരവസ്ഥയിലും തനിച്ചാക്കില്ലെന്ന് വാക്ക് തന്നിട്ടുള്ളവരായിരിക്കും നിങ്ങൾക്ക്. ഒരുപാട് തവണ ഏതൊരു സിറ്റുവേഷൻ വന്നാലും, എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങളെ തനിച്ചാക്കിയിട്ട് അവർ പോകില്ലെന്ന് പലതവണ അവർ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ളവരായിരിക്കാം. എങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ സ്നേഹം അവരെപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തിൽ അപ്പുറം ഇനി എന്തോരം കിട്ടാനുണ്ട് എന്ന് ചിന്തിച്ച് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരാണ് അവർ. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ പിന്നാലെ വരുന്നവരാണ് അവർ. അവർ തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ഒരു പുഞ്ചിരിയിൽ സ്വയം അലിഞ്ഞു പോകുന്ന വ്യക്തികളാണ്. നിങ്ങളൊരു ചിരി മതി, എന്തെങ്കിലും വലിയ തല്ലൂട്ടൊക്കെ ഉണ്ടാക്കി, ഭയങ്കര തല്ലൂട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചൊരു നൈസ് സ്മൈൽ, ഒരു സൈലൻറ്റ് സ്മൈല് നിങ്ങൾ ചെയ്ത് നോക്കൂ. അവരുടെ പിണക്കം അതിൽ അലിഞ്ഞു വീഴും. നിങ്ങൾക്ക് ഒന്ന് സംസാരിച്ചാൽ മതി, ചിലപ്പോൾ അലിഞ്ഞു വീഴും. അതാണ് അവരുടെ പ്രത്യേകത. അവർക്കുള്ളിൽ ദേഷ്യം വെച്ചിരിക്കാൻ പറ്റാത്തവരാണ്. ഒരു തലോടലിൽ ഇല്ലാതാവുന്ന ഹൃദയങ്ങൾ അവരുടെ. നിങ്ങളൊന്ന് തലയിലൊന്ന് തലോടി ഒന്നുമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുന്ന വ്യക്തികളാണ് അവർ. സ്നേഹം അങ്ങനെയാണെടോ. ഈ സ്നേഹം എന്ന് പറയുന്ന സംഭവം അങ്ങനെയാണ്. നമ്മൾ എത്ര കൊടുക്കും തോറും അവർക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും. ഈ സ്നേഹം എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും മനസ്സിലാക്കി തന്നിട്ടുള്ളതും അവരാണ്.
തൻ്റെ ജീവിതത്തിനോട് അവരുടെ സ്വയം ജീവിതത്തിനോട് നിങ്ങളെ ചേർത്ത് വെക്കാനായിട്ട് അവരൊരുപാട് കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അവർ കുറേ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതും, നിങ്ങൾ ഒന്നിച്ച് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതും, നിങ്ങളെ കുടുംബം കുടുക്കൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നതും ഒക്കെ അവരൊരുപാട് സ്വപ്നം കാണുന്നുണ്ടല്ലോ. അറിയോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ? അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയത് തന്നെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയത്, അതായത് ദൈവത്തോട്. ചിലപ്പോൾ നിരീശ്വരവാദികളായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റ ദൈവത്തിലും വിശ്വാസമില്ലാതെ നടക്കുന്ന, ചിലപ്പോൾ പറയുമ്പോൾ ഒരു ഹിന്ദു ആയിരിക്കാം, പറയുമ്പോൾ ഒരു മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ആയിരിക്കാം. പക്ഷേ അവർ പ്രാർത്ഥനയോ പള്ളിപ്പോക്കോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തികളായിരിക്കും അവർ. അങ്ങനെ ഒരാളായിരുന്നിട്ട് പോലും നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചവർ. എങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥനയെ കൂടെ പല ഫലങ്ങളും കിട്ടിത്തുടങ്ങി അവർക്ക്. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് നല്ലൊരു വ്യക്തിയെ കിട്ടിയത്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചിരി വരുന്നു കർത്താവേ. വീണ്ടും കർത്താവിനെ വിളിക്കുന്നുവല്ലോ ദൈവമേ. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ നല്ല ഇത് കാണുന്നുണ്ട് കേട്ടോ. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള വ്യക്തികൾ കൂടുതലും കാണുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവർ പല വഴിപാടുകൾ പല സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്നുണ്ട്, പല വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തത്, അതാ പറഞ്ഞത്, അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? നിങ്ങളാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അവർക്ക് നിങ്ങളോടുള്ള വികാരങ്ങൾ പലതാണ് കേട്ടോ. സ്നേഹിച്ച് കൊല്ലുന്ന, സ്നേഹം കൊണ്ടുള്ള ഒരുപാട് വികാരങ്ങൾ, നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുന്ന ഒരുപാട് വികാരങ്ങൾ അവർക്കുണ്ട്. നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ച് തുടങ്ങുമ്പോഴല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോവില്ല. നിങ്ങൾ എന്നാണോ അവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്, ആ സമയത്തല്ലാണ്ട് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. ഒഴിവാക്കാൻ നിങ്ങളുടെ മനസ്സ് തോന്നിച്ചാൽ തന്നെ അത് അവർ മരിക്കുന്നതിന് തുല്യമാണ്. അവർ പോയി ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. കാരണം അത്രയ്ക്കും നിങ്ങളെ പ്രാന്താണ്. നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ശരിക്കും തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ജീവിതാവസാനം വരെയും നിങ്ങളുടെ ഓർമ്മകൾ ഓർത്തിരിക്കാനായിട്ട് അവർക്ക് കുറേ ഉണ്ട്. അത്രയ്ക്കും കുറേ ഓർമ്മകൾ നിങ്ങളുടെ ഉണ്ട്. അത് അവർക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ എത്ര കാലമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് അവർക്ക് പറ്റും. നിങ്ങളെ ഓർത്തിരിക്കാനായിട്ട് അത്ര ഓർമ്മകളുണ്ട്. അത്രയ്ക്കും ഭ്രാന്തമായിട്ടാണെന്ന് ചോദിച്ചാൽ ഭ്രാന്തമായിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഭയങ്കരമായിട്ട് മാഡ്ലി ലവ് വിത്ത് യു എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. അത് നിങ്ങൾ മനസ്സിലാവാതെ പോകുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ സങ്കടം. ഇത്രയധികം ഞാൻ സ്നേഹിച്ചിട്ടാണ് അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഒരു ചെറിയ കാര്യം വരുമ്പോൾ അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ ഒരു ഭയങ്കര വിഷമമൊക്കെ അവരുടെ ഉള്ളിൽ തട്ടിത്തടഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരു കുഞ്ഞു ജീവിതം. നമുക്ക് ഭയങ്കരമായിട്ട് പ്രാന്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. ജീവിതത്തെ ഭയങ്കര പ്രാന്തമായിട്ട് കാണുന്ന ഒരു വ്യക്തികളാണ്. നമുക്ക് യൂണിവേഴ്സലിൻ്റെ മെസ്സേജ് നോക്കാം. എന്താണ് ഇത്തരുണത്തിൽ യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നോക്കാം. ഹെൽപ്ഫുൾ പീപ്പിൾസിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവുന്ന പറയുന്നത്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾസ് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾക്ക് നല്ല നല്ല മെസ്സേജസ് തരുന്ന പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേരും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ 3 ചാനൽസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത കിടലിൽ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.